ഹായ് മക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെം BSc മാത്തമാറ്റിക്സിൻ്റെ PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. BSc മാത്സിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെയും PYQs യൂണിപ്രപ്പിൽ അവൈലബിൾ ആണ്. താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആപ്പിൻ്റെ ഫ്രീ ട്രയലും യൂണിപ്രപ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഒരുമിച്ചിരുന്ന് യൂണിവേഴ്സിറ്റി എക്സാം ക്രാക്ക് ചെയ്യാം. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് 4th സെമസ്റ്ററിലെ ലീനിയർ ആൾജിബ്ര എന്ന പേപ്പറിലെ പ്രീവിയസ് ഇയറിൽ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് ദ ഫോളോയിങ് ലീനിയർ സിസ്റ്റം ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് താഴെ തന്നിട്ടുള്ള ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 2 ടെക്നിക്കുകളുള്ളത്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഒന്ന് ഗോസ് എലിമിനേഷൻ മെത്തേഡ്, പിന്നെ ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡാണുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ തന്നിട്ടുള്ള ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മളതിനെ തന്നിട്ടുള്ള ലീനിയർ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഫോം ചെയ്യണം. ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ എലമെൻ്ററി ട്രാൻസ്ഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് വരുന്ന അൺനോൺസിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ സൊല്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ തന്നിട്ടുള്ള ഫോർമുല, ഇവിടെ തന്ന ലീനിയർ ഇക്വേഷൻസ് ഇങ്ങനെയാണ്: x1 plus x2 plus 2x3. Second equation, minus x1 minus x2 plus 3x3 equal to 1. 3x1 minus 7x2 plus 4x3 equal to 10. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു തന്നിട്ടുള്ള മെട്രിക്സിന് തന്നിട്ടുള്ള ലീനിയർ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിനെയും ബി എന്ന് പറയുന്ന മെട്രിക്സിനെയും ഫോം ചെയ്യാം. സോ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താ വരുന്നത്? എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോഎഫിഷ്യൻസാണ്. അതായത് x1 x2 x3 ആണ് ഇവിടെ വരുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൺനോൺസ് എന്ന് പറയുന്നത്. ഈ അൺനോൺസിൻ്റെ അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ആണ്, കോഎഫിഷ്യൻറ്റ് മെട്രിക്സിനാണ് നമ്മൾ ക്യാപിറ്റൽ എ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിലെ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസിനെ ഫസ്റ്റ് റോ ആയിട്ട് നമ്മൾ എഴുതുന്നു. സോ x1ൻ്റെ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ x2ൻ്റെ കോഎഫിഷ്യൻറ്റും എഗെയിൻ 1 ആണ്. x3ൻ്റെ കോഎഫിഷ്യൻറ്റ് വരുന്നത് 2 ആണ്. ഓക്കെ, സെക്കൻഡ് റോയിലേക്ക് പോവാം. സെക്കൻഡ് റോയിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിൽ x1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -1 ആണ്. x2ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -2 ആണ്. x3ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഇക്വേഷനിൽ x1ൻ്റെ കോഎഫിഷ്യൻ്റ് 3 -7 + 4 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ കോഎഫിഷ്യൻറ്റ് മാട്രിക്സ് എന്ന് പറയുന്നത്, തന്ന ലീനിയർ ഇക്വേഷൻസിൻ്റെ കോഎഫിഷ്യൻറ്റ് മാട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന മാട്രിക്സിനെ എഴുതാം. ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന മാട്രിക്സ് ഒരു കോളം മാട്രിക്സ് ആണ്. ഈ കോളം മാട്രിക്സിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അവിടെയുള്ള കോൺസ്റ്റൻറ്റുകളാണ്. എവിടെയാണ് കോൺസ്റ്റൻറ്റുകൾ ഉണ്ടാവുക? ഓരോ ലീനിയർ ഇക്വേഷൻ്റെയും ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും ആരുണ്ടാവുക? കോൺസ്റ്റൻറ്റുകൾ ഉണ്ടാവുക. സോ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ 8 ആണ് അവിടുത്തെ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഇക്വേഷനിൽ 1, തേർഡ് ഇക്വേഷനിൽ 10. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന മാട്രിക്സും കൂടെ വേണം. എന്താ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന മാട്രിക്സ്? ഇതും തന്നെ ഒരു കോളം മാട്രിക്സ് തന്നെയാണ്. ആ കോളം മാട്രിക്സിൽ നമ്മൾ എഴുതേണ്ടത് ആരൊക്കെയാണ്? നമ്മളുടെ വേരിയബിൾസിനെയാണ്. സോ വേരിയബിൾസ് ആയിട്ട് വരുന്നത് ഇവിടെ x1 x2 x3 ആണ്. ഓക്കെ, അപ്പം തന്നിട്ടുള്ള ലീനിയർ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി ആൻഡ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന മെട്രിക്സിനെ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മെട്രിക്സിനെ അല്ലെങ്കിൽ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ടാക്കുന്നു. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യാറുള്ളത് a/b എന്ന ഫോമിലാണ് അല്ലേ? സോ a/b എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നു. എന്താണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്? ക്യാപിറ്റൽ എൻ്റെ കൂടെ ആരെയും കൂടെ ചേർത്ത് എഴുതിയാൽ മതി, ക്യാപിറ്റൽ ബിയും കൂടെ ചേർത്ത് എഴുതിയാൽ മതി. സോ 1 1 2, അതിൻ്റെ കൂടെ ആരെയും കൂടെ എഴുതുന്നു? നമ്മൾ 8 കൂടെ എഴുതുന്നു. അതേ റോയിലേക്ക് 8 ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് 1 -1 -2 3 1 3 -7 4 10. ഓക്കെ, അപ്പോൾ ഈ ഒരു മെട്രിക്സിനകത്താണ് നമ്മളിനി എന്ത് ചെയ്യാൻ പോകുന്നത്? റോ ട്രാൻസ്ഫർമേഷൻസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ റോ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ റോ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഓഗ്മെൻറ്റഡ് മാട്രിക്സിനെ എന്താക്കി കൺവേർട്ട് ചെയ്യാണ്, എക്കലോൺ ഫോമിലേക്ക് മാറ്റി ചെയ്തതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ എക്കലോൺ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് എന്താ, ഫസ്റ്റ് എലമെൻറ്റ് അതെന്തായിരിക്കണം, 1 ആയിരിക്കണം. സോ ഇവിടെ ഓൾറെഡി എന്താണ്, ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് 1 തന്നെയാണ് അല്ലേ. ഫസ്റ്റ് എലമെൻറ്റ് ഓൾറെഡി ഇവിടെ എന്താണ് 1 ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അവിടെ പ്രത്യേകിച്ച് നമുക്ക് മാറ്റമൊന്നും വരുത്തേണ്ടതില്ല. സോ 1 തന്നെയാണ് അവിടെ വരുന്നത്. സോ 1 ആയിട്ട് തന്നെ കൊടുത്താൽ മതി. നെക്സ്റ്റ് വൺ, ആ 1ന് താഴെ വരുന്ന അതേ കോളത്തിൽ വരുന്ന ബാക്കിയുള്ള എലമെൻറ്റുകൾ എന്തായിരിക്കണം, 0 ആക്കണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ -1നെയും ഈ 3നെയും നമ്മൾ എന്ത് ചെയ്യണം, 0 ആക്കി മാറ്റണം. -1നെ 0 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് സെക്കൻഡ് റോയിലാണ് ആരുള്ളത്, -1 ഉള്ളത്. സോ സെക്കൻഡ് റോയിൽ നമ്മൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നു. സോ R2 ഇംപ്ലൈസ് എന്ത് കൊടുക്കണം, R2 ഇവിടെ -1 ആണ്. സോ +1 R1 എന്ന് ചെയ്താൽ മതി. സോ 1 R1 മീൻസ് യു വിൽ ഗെറ്റ് R1. ഓക്കെ, സോ R2 ഇംപ്ലൈസ് R2 + R1 എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, -1നെ എന്താക്കി മാറ്റാൻ പറ്റും, നമുക്ക് 0 ആക്കി മാറ്റാൻ പറ്റും. സിമിലർലി 3നെ നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യണം, 0 ആക്കി കൺവേർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് R3 ആണ്, R3യിലാണ് ആരുള്ളത്, 3 ഉള്ളത്. സോ R3 ഇംപ്ലൈസ് ഫസ്റ്റ് നിങ്ങൾ R3യെ തന്നെ എഴുതണം. സെക്കൻഡ് കൊടുക്കേണ്ടത് ഇവിടെയുള്ള വാല്യൂവിന് നെഗറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ 3 ആണ് അവിടെ ഉള്ളത്. സോ അതിന് നെഗറ്റീവ് എടുത്താൽ -3. ഏതാ 1 ആയിട്ട് വരുന്ന റോ, R1 ആണ്. സോ അവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്ത് കിട്ടും, നമുക്ക് R3 ഇംപ്ലൈസ് R3 - 3R1 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, ആ പുതിയ മെട്രിക്സ്, ആ മെട്രിക്സ് എന്തായിരിക്കും, അവിടെ -1ഉം 3യും എന്തായിട്ട് കിട്ടും, നമുക്ക് 0 ആയിട്ട് കിട്ടുന്നുണ്ടാവും. സോ നമുക്ക് നോക്കാം, ആ ഒരു മെട്രിക്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ നമ്മൾ ആ ഒരു A/B എന്ന് പറയുന്ന മെട്രിക്സാണ് വരുന്നത്. സോ ഫസ്റ്റ് റോക്ക് ഒരു ചേഞ്ചും ഇല്ല, നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഫസ്റ്റ് റോയിൽ വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1, 1, 2, 8 ആണ്. സോ സെക്കൻഡ് റോയിൽ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് എന്തായിട്ട് മാറിയിട്ടുണ്ടാകും, സെക്കൻഡ് റോയിൽ മാറ്റമുണ്ട്. എന്താ സെക്കൻഡ് റോയിലുള്ള മാറ്റം, R2 + R1 എന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഇവിടെ R2 എന്ന് പറയുന്നത് -2 ആണ് അല്ലേ, -2 ആണ് വരുന്നത്. സോ ദിസ് ഇസ് -2 + 1, തൊട്ട് മുകളിലുള്ള എലമെൻറ്റ്. സോ -2 + 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, -1 എന്ന് കിട്ടുന്നുണ്ട്. സോ -1 എന്ന് എഴുതാം. നെക്സ്റ്റ് വൺ, സോ ഇവിടെ വരുന്നത് സെക്കൻഡ് റോയിലുള്ള എലമെൻറ്റ് 3 + R1. സോ 3 + 2 = നമുക്ക് എന്ത് കിട്ടും, 5 എന്ന് കിട്ടും. സോ 5 എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്നുണ്ട്, തൊട്ട് താഴെ 5 എന്ന് കൊടുക്കാം. സിമിലർലി 1 + 8 എന്ന് പറഞ്ഞാൽ നമുക്കതിന് എങ്ങനെ എഴുതാൻ പറ്റും, 9 ആക്കി എഴുതാൻ പറ്റും. അതുപോലെ തന്നെ R3യിലും നമുക്ക് മാറ്റം വരുത്തുന്നുണ്ട്. R3യിലെ ചേഞ്ച് എന്ന് പറയുന്നത് R3 - 3R1 എന്നാണ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ മാറ്റുകയാണെങ്കിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക, ഫസ്റ്റ് എലമെൻറ്റ് ഓൾറെഡി 0 ആയിട്ട് മാറി. സോ ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് 0 കൊടുക്കാം. സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് വരുന്നത് -7 - 3 × R1 ആണ്. R1 എന്ന് പറഞ്ഞാൽ 1. സോ നമുക്ക് എന്ത് കിട്ടും അവിടെ വാല്യൂ, ദാറ്റ് ഈസ് -7 - 3 × 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -7 - 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, -10 എന്ന് കൊടുക്കാം. ഓക്കെ, -10 എന്ന് വരും. സോ അവിടെ വരുന്ന എലമെൻറ്റ് എന്തായിരിക്കും, -10 ആണ് വരുന്നത്. സിമിലർലി ഇവിടെ നെക്സ്റ്റ് എലമെൻറ്റ് 4 ആണ്. 4 മൈനസ് എന്താ വരുന്നത്, 4 - 3 × R1 എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിൽ വരുന്ന R1 is 2. സോ 4 - 6 വിച്ച് ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും നമുക്ക്. സോ ഇവിടെ വരുന്നത് എലമെൻറ്റ് എന്ന് പറയുന്നത് -2 ആയിരിക്കും. നെക്സ്റ്റ് വൺ 10 ആണ്. 10 മൈനസ് ദാറ്റ് ഈസ് 10 - 3 × 8 ദാറ്റ് ഈസ് ഈക്വൽ 10 - 24. അതർവൈസ് -14 എന്ന് കിട്ടും നമുക്ക്. സോ നെക്സ്റ്റ് എലമെൻറ്റ് വരുന്നത് -14 ആണ്. സോ ഇതായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്തതിന് ശേഷം വരുന്ന മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി വേണ്ടത് ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് എലമെൻറ്റ് 0 ആയി, ബാക്കി 2 എലമെൻറ്റ്സും 0 ആക്കി മാറ്റി. സോ നെക്സ്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഇവിടെയുള്ള ഈ -1നെ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യണം.
-1നെ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ആ R2നെ മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ R2 ഇംപ്ലൈസ് -R2 എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്, ഫസ്റ്റ് റോക്കും തേർഡ് റോക്കും മാറ്റമൊന്നും ഉണ്ടാവില്ല. സോ 1 1 2 8 0. സെക്കൻഡ് റോക്ക് മാറ്റമുണ്ട്. -1 എന്തായിട്ട് മാറും, +1 ആയിട്ട് മാറും. +5 എന്നുള്ളത് -5 ആയിട്ട് മാറും. +9 എന്നുള്ളത് -9 ആയിട്ട് മാറും. തേർഡ് റോക്ക് വ്യത്യാസമൊന്നുമില്ല. 0 -10 -2 -14. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ആ 1ന് തൊട്ട് താഴെ വരുന്ന നമുക്ക് എക്കലോൺ ഫോമിലേക്കാണ് മാറ്റുന്നത്, റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്കല്ല. അതുകൊണ്ട് തന്നെ ആ 1ന് താഴെ വരുന്ന വാല്യൂവിനെ മാത്രം എന്ത് ചെയ്താൽ മതി, 0 ആക്കി മാറ്റിയാൽ മതി. തൊട്ട് മുകളിലുള്ള വാല്യൂവിനെ 0 ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്കാണ് നിങ്ങൾ മാറ്റുന്നതെങ്കിൽ അപ്പോൾ മാത്രമാണ് ബാക്കിയുള്ള എല്ലാ എലമെൻസുകളും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, 0 ആക്കി കൺവേർട്ട് ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ ഇവിടെയുള്ള ഈ -10നെ നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യണം, 0 ആക്കി മാറ്റണം. സോ അതിന് വേണ്ടി -10 ഉള്ളത് എവിടെയാണ്, R3യിലുള്ളത്. സോ R3 implies R3 + 10R2. സെക്കൻഡ് റോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ബിക്കോസ് സെക്കൻഡ് റോയിലാണ് നമ്മൾ 1 ആക്കിയിട്ടുള്ളത്. സോ ആ റോ തന്നെ ഉപയോഗിക്കണം. സോ എന്ത് കിട്ടും നമുക്ക്, സോ ഫസ്റ്റ് റോക്കും സെക്കൻഡ് റോക്കും യാതൊരു വ്യത്യാസവും, അത് അവിടെ തന്നെ നിർത്തുക. 1 1 2 8 0 1 -5 -9 0 തന്നെയായിരിക്കും. ഈ -10 എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ദെൻ ഇവിടെ വരുന്നത് -2. ഓക്കെ, നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് -2 + 10 × -5 വരും അല്ലേ. -2 + 10 × -5. ദാറ്റ് മീൻസ് -2 -50. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് -52 എന്നാണ് കിട്ടുന്നുണ്ടാവുക. -52 എന്ന് വരും. ദെൻ നെക്സ്റ്റ് വരുന്നത് -14 ആണ്. സോ -14 + 10 × -9. So -9 × 10 means -90. -90 -14 means you will get -104 എന്ന് കിട്ടും. സോ ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ അതെന്തായിട്ട് മാറി, റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് മാറി. റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലല്ല, എക്കലോൺ ഫോമിലേക്ക് മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യാം. സോ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സോ ഫസ്റ്റ് റോനെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് റോനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫോർമുലകൾ വരുന്നത് ഇങ്ങനെയായിരിക്കും. x1 സോ x1 പ്ലസ് നെക്സ്റ്റ് കോഎഫിഷ്യൻറ്റ് 1 തന്നെയാണ്. സോ x2 പ്ലസ് നെക്സ്റ്റ് കോഎഫിഷ്യൻറ്റ് 2 ആണ്. ദാറ്റ് ഈസ് 2x3 = 8 എന്ന് എഴുതാം, =8. സോ നെക്സ്റ്റ് 1ൽ വരുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 0 ആണ്. സോ x1ൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താണ് അവിടെ, 0 ആണ്. സോ x1 എഴുതേണ്ട ആവശ്യമില്ല. സോ x2ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. സോ x2 മൈനസ് നെക്സ്റ്റ് വരുന്നത് -5 ആണ്. സോ -5x3 = അവിടെ വരുന്നത് എന്താ, -9 ആണ്. ഓക്കെ, സോ ലാസ്റ്റ് റോയിൽ വരുമ്പോൾ x1ൻ്റെ കേസും x2ൻ്റെ കേസും 0 ആണ് അല്ലേ. സോ x1 x2 അവിടെ കോഎഫിഷ്യൻറ്റ് 0 ആണ്. സോ എഴുതേണ്ട ആവശ്യമില്ല. സോ x3ൻ്റെത് -52x3 = -104 എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ലാസ്റ്റത്തെ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, x3 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ x3 വരുന്നുണ്ടാവുക, ദാറ്റ് ഈസ് x3 = -104 / -52. ദാറ്റ് മീൻസ് x3 വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 2 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇനി x3യുടെ വാല്യൂ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സെക്കൻഡ് ഇക്വേഷൻ. ഈ ഒരു സെക്കൻഡ് ഇക്വേഷൻ ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണ്. സോ സെക്കൻഡ് ഇക്വേഷനിൽ x3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും, x2 കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്, x2 - 5x3 = -9 ആണ്. ദാറ്റ് ഈസ് x2 - 5 × x3 മീൻസ് 2 = -9. സോ -10 അങ്ങോട്ട് പോയാൽ +10 ആയിട്ട് മാറി. സോ x2 = -10 + 10. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് x2 = 1 എന്ന് കിട്ടുന്നുണ്ട്. സോ നെക്സ്റ്റ് x2ൻ്റെയും x3ൻ്റെയും വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്, വിച്ച് ഈസ് ഇംപ്ലൈസ് x1 നമുക്കറിയില്ല. സോ x1 + x2 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സോ 1 + x3 2 ആണ്. സോ 2 × 2 = 8. ദാറ്റ് ഈസ് x1
പ്ലസ് 5 ഈക്വൽ ടു 8 എന്ന് വരും. സോ x1 ഇസ് ഈക്വൽ ടു 8 മൈനസ് 5. സോ x1 ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും നമുക്ക്. സോ x1ൻ്റെ വാല്യൂ 3 ആയിരിക്കും, x2ൻ്റെ വാല്യൂ 1 ആൻഡ് x3ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 2 എന്ന് കിട്ടുന്നുണ്ട്. സോ ഇതായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഇതേ മൊഡ്യൂളിൽ നിന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് മെട്രിക്സുമായി ബന്ധപ്പെട്ട ഇൻവേർട്ടിബിൾ മെട്രിക്സുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഒരു തിയറമാണ്. ആ തിയറം പ്രൂവ് ചെയ്യാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു തിയറം ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് ഇഫ് capital A and capital B are invertible matrices of same size, then AB is invertible and AB inverse is equal to B inverse into A inverse. എന്ന് പറഞ്ഞാൽ എയും ബിയും രണ്ട് ഇൻവേർട്ടിബിൾ മെട്രിക്സസ് ആണ്, ഒരേ സൈസുള്ള, ഓക്കെ, ഒരേ ഓർഡർ വരുന്ന ഇൻവേർട്ടിബിൾ മെട്രിക്സസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതും ഇൻവേർട്ടിബിൾ ആണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. സോ അപ്പോൾ എന്ത് കാണിച്ചാൽ മതി, ആ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്, ഇപ്പോൾ സപ്പോസ് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ എടുത്തു, ഇതിന് ഇൻവേഴ്സ് ആണ് എ ഇൻവേഴ്സ് എങ്കിൽ അത് തമ്മിൽ പ്രൊഡക്റ്റ് എടുത്താൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് അല്ലെങ്കിൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറയുന്ന എന്ത് കിട്ടും, നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ട്. ഇതാണ് ഇൻവേർട്ടിബിൾ മെട്രിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും, അല്ലെങ്കിൽ എ ബി ഈക്വൽ ടു അല്ലെങ്കിൽ ബി എ ഈക്വൽ ടു ഐ ആണെങ്കിൽ, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ ആ ബി നമുക്ക് എന്ത് പറയാൻ പറ്റും, എൻ്റെ ഇൻവേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റും, എ ഇൻവേഴ്സ് ആയിട്ട് പറയാൻ പറ്റും. സോ ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് എ ബി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മെട്രിക്സാണ്. ഈ എ ബി എന്ന് പറയുന്ന മെട്രിക്സിനെയാണ്, മെട്രിക്സിന് ഇൻവേഴ്സ് ആണ് നമുക്ക് ആരാണെന്ന് കാണിക്കേണ്ടത്, ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് കാണിക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്, നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി എന്നറിയോ, വളരെ ഈസി ആയിട്ട് എന്ത് പ്രൂവ് ചെയ്താൽ മതി, ദാറ്റ് ഈസ് എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇത് നമ്മൾ പ്രൊഡക്റ്റ് എടുത്താൽ എ ബിയും ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് നമ്മൾ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുന്നത് എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രം നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞത്, ഈ ഒരു പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ എന്ത് വരുന്നു, ദാറ്റ് ഈസ് എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്നെടുത്തു. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് എന്ന് പറയുന്ന അസോസിയേറ്റീവ് ഒക്കെയാണ്. സോ നമുക്കിതിനൊന്ന് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ, റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, എ ബി ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഈ രൂപത്തിൽ കൊടുക്കാം നമുക്ക്. ഇനി നമുക്കറിയാം തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്, എയും ബിയും എന്താണ്, ഇൻവേർട്ടിബിൾ മെട്രിക്സാണ്. എയും ബിയും ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെങ്കിൽ ബിക്ക് ഒരു ഇൻവേഴ്സ് ഉണ്ടാവും, അല്ലേ? അതാണ് ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബിക്ക് ഒരു ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് പറയുന്ന ആരായിരിക്കും, ഐ ആയിരിക്കും, അല്ലേ? ബിൻ്റെ ഇൻവേഴ്സ് ആണ് ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ബി ഇൻവേഴ്സ് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു. സോ എ ഐ എ ഇൻവേഴ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, എ ഇൻവേഴ്സ് എന്ന് കൊടുക്കാൻ പറ്റും. സോ ഐ എന്ന് പറഞ്ഞാൽ അവിടെ സെയിം ഓർഡറിൽ വരുന്ന, എൻ്റെ അതേ ഓർഡറിൽ വരുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സാണ്. കാരണം എന്താ, എയും ബിയും എന്താ സെയിം സൈസിലുള്ള മെട്രിക്സുകളാണ്, അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഐഡൻറ്റിറ്റിയുടെ ഒരു റൂള് നമുക്കറിയാം, എന്താണ്, എ ഐഡൻറ്റിറ്റി കൊണ്ട് ഏതൊരു സ്ക്വയർ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, അതേ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട്, എ ഐ എന്ന് പറയുന്ന പകരം നമുക്ക് എന്ത് തന്നെ എഴുതാൻ പറ്റും, എ തന്നെ എഴുതാൻ പറ്റുന്നുണ്ട്. സോ എ ഇൻവേഴ്സ് എന്ന് കിട്ടും. സോ എ ഇൻവേഴ്സ് ബിയിൽ അപ്ലൈ ചെയ്ത പോലെ തന്നെ സെയിം കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഐ എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ത് കിട്ടി, ഐ എന്ന് കിട്ടി. ഇതേപോലെ നമുക്ക് എന്തും കൂടെ കാണിക്കണം, ഈ ഒരു പാർട്ടും കൂടെ കാണിച്ചു കൊടുക്കണം. ഓക്കെ, രണ്ട് ഭാഗം ഉണ്ടെന്ന് കാണിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് കൺസിഡർ ചെയ്യുന്നു, ദാറ്റ് ഈസ് ബി ഇൻവേഴ്സ്
എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി എടുക്കുന്നു. സോ ഇവിടെയും നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദാറ്റ് ഈസ് ബി ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ കൊടുക്കാം, അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് എ ബി എന്ന് കൊടുക്കാം. എ ഇൻവേഴ്സ് എനെ നമുക്ക് ഐ ആയിട്ട് എഴുതാൻ പറ്റും, കാരണം എ എന്ന് പറയുന്ന ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. സോ എ ഇൻവേഴ്സ് എ എന്ന് പറയുന്നത് എന്താണ്, ഐ എന്ന് കൊടുക്കാം. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ബി ഇൻവേഴ്സ് ഐ ബി എന്ന് കിട്ടുന്നുണ്ട്. ബിക്കോസ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു പെർട്ടിക്കുലർ സ്ക്വയർ മെട്രിക്സാണ്. ഓക്കെ, സ്ക്വയർ മെട്രിക്സാണ്. അതിൻ്റെ അതേ ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആര് തന്നെ കിട്ടും, ബി ഇൻവേഴ്സ് എന്ന് കിട്ടും, ബി ഇൻവേഴ്സ് ബി എന്ന് കിട്ടും. ബി ഇൻവേഴ്സ് ബി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, ഐ ആ വരുന്നത്. എന്ന് പറഞ്ഞാൽ എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഐ കിട്ടുന്നുണ്ട്. അതേപോലെ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എ ബി എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നുണ്ട്, ഐ എന്ന് കിട്ടുന്നുണ്ട്. Therefore we can conclude that എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് കിട്ടും നമുക്ക്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, വളരെ ഈസിയാണ്. ഈ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പല തവണ ചോദിച്ചിട്ടുണ്ട്. ഇതേ 2023 ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഏരിയയിൽ നിന്ന് എസ്സേ കൂടെ ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഫോർമുല, 2 മെട്രിക്സുകൾ തന്നിട്ട് ഈ ഒരു ഫോർമുല പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, 2x2 മെട്രിക്സുകൾ തന്നിട്ട് ഈ എ ബി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. സോ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഉള്ളത്, ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് ഗോസ് എലിമിനേഷൻ മെത്തേഡും അതുപോലെ തന്നെ ഇൻവേർട്ടിബിൾ മെട്രിക്സിൻ്റെ ഈ ഒരു ഫോർമുലയും ഈ ഒരു പ്രൂഫും കൂടിയാണ്, അല്ലെങ്കിൽ തിയറം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് റെഗുലറായിട്ട് ഗോസ് എലിമിനേഷൻ മെത്തേഡൊക്കെ റെഗുലറായിട്ട് ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന പേപ്പറിലെ ക്വസ്റ്റ്യൻസിൽ ഷോർട്ട് എസ്സേ ആയിട്ടോ എസ്സേ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സോ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബൈ.